ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ പിറന്ന കുഞ്ഞ് 1 മാസമായി ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്തെ SAT ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി എത്തിയ കുടുംബം അനുഭവിക്കുന്നത് പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞ വലിയ ദുരിതമാണ്. കുഞ്ഞിന്റെ ചികിത്സാ പിഴവിന് ഉത്തരവാദികളായ ഡോക്ടേഴ്സിനെതിരെ ഇതുവരെയും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനനീതി സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിന് മുൻപിൽ 1 മാസമായി വേദനയോടെ കാത്തിരിക്കുകയാണ് ഒരച്ഛനും അമ്മയും. അസാധാരണ വൈകല്യത്തോടെ പിറന്ന തങ്ങളുടെ കുഞ്ഞ് എന്നെങ്കിലും ഒരിക്കൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടെ. കഴിഞ്ഞ മാസം 15-ന് ശ്വാസം മുട്ടലിനെ തുടർന്നാണ് കുഞ്ഞിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത്. 17-ന് തിരുവനന്തപുരം SATയിലേക്ക് മാറ്റി. പിന്നീട് ഏറെ ദിവസം വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. കുഞ്ഞ് ജനിച്ച നാൾ മുതൽ പിതാവിന് ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. സന്നദ്ധ സംഘടനകൾ നൽകുന്ന ഭക്ഷണമാണ് ആശുപത്രിയിൽ മാതാപിതാക്കളുടെ വിശപ്പകറ്റുന്നത്. കുഞ്ഞിന്റെ ചികിത്സ സൗജന്യമാക്കി സർക്കാർ ഉത്തരവിറക്കിയിട്ടും ഇടയ്ക്കിടയ്ക്ക് മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നുവെന്ന് പിതാവ് അനീഷ് പറയുന്നു. ഞാൻ 5 മാസത്തോളമായി ജോലിക്ക് പോയിട്ട് എൻ്റെ വീടിന് ലോണുണ്ട്. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. എനിക്ക് എവിടെ നിന്നാണ് നീതി ലഭിക്കുന്നത്, എൻ്റെ കുഞ്ഞിന് എവിടെ നിന്നാണ് നീതി ലഭിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇതിന് കാരണക്കാരായ ആലപ്പുഴ WNCയിലെ 2 ഡോക്ടർമാരും ശങ്കേഴ്സ് മിഡാസ് എന്ന് പറയുന്ന ലാബുകൾക്കും എതിരെയും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ലാബുകൾ പൂർവാധീന ശക്തിയോടുകൂടി വീണ്ടും പ്രവർത്തിക്കുന്നു. ഡോക്ടർമാർ വീണ്ടും അവർ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ കുഞ്ഞും ഞാനുമായിട്ട് 4 മാസത്തോളമായി ആശുപത്രി കയറിയിറങ്ങാൻ തുടങ്ങുന്നു. കുഞ്ഞിന്റെ ചികിത്സാ പിഴവിന് ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജനനീതി സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇവിടുത്തെ അധികാരികളും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃത്തങ്ങളും ഒരു സമരപരിപാടിയുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് ഈ ജനങ്ങളോടൊപ്പം അറിഞ്ഞു വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഡോക്ടർമാർക്ക് സംഘടനയുണ്ട്, IMA ഉണ്ട്, KGMO ഉണ്ട്, KGMACT ഉണ്ട്. KPCC ജനറൽ സെക്രട്ടറി M. ലിജു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വളരെ ഗുരുതരമായ അനാസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു വിഷയത്തിൽ അനീഷിനെ സുറുമിയുടെയും കുഞ്ഞിന് ഈ ഗുരുതരമായ വൈകല്യമുണ്ടായി. അവിടെ ചികിത്സാ പിഴവുണ്ട്. അതോടൊപ്പം തന്നെ ചികിത്സാ പിഴവിന് ശേഷം ജനിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനും ആ കുടുംബത്തിനും പിന്തുണ കൊടുക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാർ പിന്മാറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, തുടർച്ചയായ ആശുപത്രിയിൽ പോയി നിരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു അമ്മയ്ക്ക് വൈകല്യങ്ങളൊരു കുഞ്ഞ് ജനിക്കുകയാണ്. അപ്പോൾ അത് ഡോക്ടർമാരുടെ കൃത്യമായ പിഴവ് മൂലമാണ്. കൃത്യമായ ജനിതക വൈകല്യങ്ങളെ മനസ്സിലാക്കി അതിന് പരിഹാരമുണ്ടാക്കാനും അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കാനുള്ള നടപടികൾ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അപ്പോൾ അവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടതുണ്ട്, അതുണ്ടായിട്ടില്ല. 2, ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതൊരു ഭരണകൂടത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഭരണകൂടം ആ കാര്യത്തിൽ ആ കുടുംബത്തിനാവശ്യമായ എല്ലാ പിന്തുണയും കൊടുക്കണം. അതും ഉണ്ടായിട്ടില്ല. ആ കുഞ്ഞുമായിട്ട് അവർ തിരുവനന്തപുരത്ത് SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരുന്ന് പോലും പുറത്തു നിന്നാണ് വാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അവർ നേരിടുമെന്നാണ് ബന്ധുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുഞ്ഞ് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ ഏറെ സമയമെടുക്കുമെന്ന് മാത്രമാണ് ഡോക്ടർമാർ പറയുന്നത്. ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ചാണ് ഇപ്പോഴും ശ്വസിക്കുന്നത്. ന്യൂമോണിയ വിട്ടുമാറിയിട്ടില്ല. കുഞ്ഞ് ജനിച്ച നാൾ മുതൽ തുടങ്ങിയതാണ് ഈ ദുരിതം. 2024 നവംബർ 8-നായിരുന്നു ജനനം. 3 മാസം കഴിഞ്ഞിട്ടും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല. കുഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വേദനയോടെ കാത്തിരിക്കുകയാണ് കുടുംബം. ഷിബു കണിയാങ്കുളത്തിനൊപ്പം മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു ജനപ്രതിനിധികൾ എന്തായിട്ടുള്ളതല്ല, ഈ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളതല്ല. നമ്മുടെ മാറി മാറി വന്ന സർക്കാരുകളുടെ എല്ലാം വളരെ അകമഴിഞ്ഞ ഇടപെടൽ കൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇത്രയും മെച്ചപ്പെട്ട രീതിയിൽ നിൽക്കുന്നത്. പക്ഷേ ആ ആരോഗ്യ മേഖലയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ ഓരോരോ വർഷങ്ങളിലും എന്താകുന്നുണ്ട്. നാൾക്ക് നാൾ കൂടി വരുന്നതല്ലാതെ ഒരല്പം പോലും കുറയുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ കേൾക്കുന്ന എല്ലാവരുടെയും ആവശ്യമാണ്, പൊതുവായ ആവശ്യമാണ്. നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകൾ സാധാരണക്കാരൻ്റെ ജീവനും ആരോഗ്യത്തിനും സുരക്ഷിതമല്ല എന്ന് വരുന്നത് വളരെ പാത്തറ്റിക് ആയിട്ടുള്ള, വളരെ പരിതാപകരമായ ഒരു സിറ്റുവേഷനാണ്. ചികിത്സാ പിഴവാണ് ഏറ്റവും വലിയ ഇവിടുത്തെ വിഷയം എന്നുള്ള കാര്യം.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് എയ്ഡ് തന്നെ ഇവിടെ കിട്ടുന്നില്ല. എന്താണ് അസുഖമെന്ന് കണ്ടെത്താനുള്ള ഒരു താമസമാണ് ഇതിൽ ഏറ്റവും വലിയ വിഷയമായിട്ടിത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പല സമരങ്ങളും ഇവിടെ ഉണ്ടാകുന്നു, പല റിപ്പോർട്ടുകൾ വരുന്നു. ഇതിനൊരു ഫൈനൽ തീരുമാനങ്ങൾ ഇവിടെ ഒന്നും എത്തില്ല. ഇത് ഇപ്പം മാറിക്കഴിഞ്ഞാൽ അടുത്തത് വീണ്ടും വരികയാണ്. എല്ലാ പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോഴും സ്കാനിങ് റിപ്പോർട്ട് നോക്കുന്നപ്പോൾ തൂക്കം നോക്കും, വെയിറ്റ് അവിടെ എടുക്കും. വെയിറ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മുമ്പലത്തെ സ്കാനിങ് റിപ്പോർട്ടും അതിന് മുമ്പലത്തെ സ്കാനിങ് റിപ്പോർട്ടും തമ്മിൽ വെയിറ്റിൽ വ്യത്യാസമുണ്ടെങ്കിൽ അപ്പോൾ അറിയാം. ഇവർ ശ്രദ്ധിച്ചിട്ടില്ലെന്നുള്ള ഇവരുടെ ഭാഗത്തുള്ള വീഴ്ച. എനിക്കുണ്ടായ അനുഭവത്തിന് ശേഷം എൻ്റെ ഈ അനുഭവം കഴിഞ്ഞാണ് അനീഷയുടെ കുട്ടി എനിക്കുന്നത്. അപ്പോൾ ഞാനിത് അന്ന് ഈ അനുഭവം ഉണ്ടായപ്പോൾ DMOയ്ക്ക് സൂപ്രണ്ടിനെ പരാതി കൊടുത്ത, അതായത് ആലപ്പുഴ DMO ആലപ്പുഴ DMOയ്ക്ക് സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് യാതൊരു വിധത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല. അവർക്ക് അനുകൂലമായിട്ടൊരു നടപടി ആയിരിക്കും. എനിക്ക് ഇതിന് വേണ്ടി വിളിക്കാനോ അല്ല ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ചൊരു പേരിനെന്തോ എന്താണ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് വിട്ടതല്ലാതെ യാതൊരു വിധ നടപടി ഉണ്ടായിട്ടില്ല.